ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കിയത്. പൊട്ടറ്റോ ബോണ്ട. വളരെ രുചികരമായ ഒരു 4 മണി പലഹാരമാണിത്. ഇതിന് പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഉരുളക്കിഴങ്ങാണ്. അപ്പം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ബോണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർക്കാം. കടുകെല്ലാം പൊട്ടിയപ്പോഴത്തേന് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇവിടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവോള 2 എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ്, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആകണ്ട, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ അത്രയും മതി. ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം, നിറം മാറണ്ട. ഇനി 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് 380 ഗ്രാമുണ്ട്. അപ്പോൾ അത് വേവിച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതാണ്. അതൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഇനി ഗരം മസാല വേണേൽ ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചെറുതായിട്ട് അതിന് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് വെച്ചതാണ്. ഒരുപാടിങ്ങനെ ഉടഞ്ഞു പോകണ്ട, ഇത് ഇത്രയും മതി. അതുകൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കാം. നമുക്കതിലിട്ടൊന്ന് ഇതുപോലെ. ഇത്തിരി നേരമൊന്നും വേണ്ട, കുറച്ച് നേരം മതി. ഇനി ഇത് നമുക്കൊന്ന് ആറാൻ വെക്കാം. ഈ സമയത്ത് നമുക്കിതിൻ്റെ മാവ് തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നൈസ് പൊടിയാണ്, വറുത്ത പൊടിയാണ്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവൊട്ടും ഇല്ലാത്ത മുളക് പൊടിയാണ്. എരിവുള്ളതാണ്, 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ഇനി കുറച്ച് വെള്ളമോടി ഒഴിച്ചതൊന്ന് കലക്കിയെടുക്കണം. വെള്ളം കുറേശ്ശെ ഒഴിക്കാവുള്ളൂ, കാരണം വെള്ളം കൂടിപ്പോകരുത്. നമുക്കൊരു ഇച്ചിരി വെള്ളമോടി ഒഴിക്കണം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് യോജിപ്പിക്കണം, ഇളക്കി. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഈ മാവിൽ മുക്കിയത് എണ്ണയിൽ പൊരിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഏതെങ്കിലും എണ്ണ മതി. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. ഉണ്ടോ, എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ശകലം മാവ് ഇട്ടപ്പോൾ തന്നെ അത് പൊന്തി വന്ന കണ്ടോ. നമുക്ക് ഈ മാവിൽ മുക്കി എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി ഒരേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തീ കുറച്ച് വെക്കണം, കാരണം എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാൻ എടുത്ത എണ്ണ കുറച്ച് കുറവായിരുന്നു. അത് അങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ ആ സ്പൂൺ കൊണ്ട് കുറച്ച് അതിൻ്റെ മുകളിലോട്ട് കോരി ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കത് മറിച്ചിടാം. ഇത്തിരി എണ്ണ വേസ്റ്റ് ആകണ്ടല്ലോ എന്ന് ഓർത്ത് എടുത്തപ്പോൾ ഇച്ചിരി കുറഞ്ഞു പോയി. മുങ്ങിക്കിടക്കാൻ എണ്ണ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ആദ്യത്തേത് കണ്ടോ, ഈ പാകമായാൽ മതി, കോരിയെടുക്കാം.
ഈ ബാക്കി ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ആ അരിപ്പൊടിയും മൈദയും കടലമാവൊക്കെ ആകുമ്പോഴത്തേന് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, എന്നാൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് വൈകുന്നേരമൊക്കെ വരുമ്പോഴത്തേന് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി വെക്കാമെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാകും. എല്ലാം നമ്മൾ വറുത്ത് ഊരിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് കണ്ടോ കറക്റ്റാണ്, ഒരല്പേ ഉള്ളൂ മിച്ചം വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ബോണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പിയാണ്, നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു ബോണ്ടയാണ്. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം.